أعوذ بالله من الشيطان الرجيم والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലൂടെയാണ് നമ്മുടെ ഈ പഠന പരമ്പര നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നിട്ടുള്ള ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ റഹ്മാനായ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം ലഭിച്ചിട്ടുള്ള, അവൻ്റെ ഇഷ്ടം ലഭിച്ചിട്ടുള്ള, അവൻ്റെ ഭക്തരായ അടിമകളുടെ സവിശേഷതകളും ഗുണങ്ങളുമെല്ലാം വിവരിക്കുന്ന ആയത്തുകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പഠന ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെയായി 2 ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അവരുടെ വിനയവും അതുപോലെ തന്നെ ആളുകളോടുള്ള അവരുടെ പെരുമാറ്റത്തിലുള്ള സ്വഭാവ മേന്മയും അവരുടെ ആരാധനാ കാര്യങ്ങളിലുള്ള കണിശത, അത് രാത്രി നമസ്കാരങ്ങളിൽ അവർ കാത്തു സൂക്ഷിക്കുന്ന അവരുടെ പ്രത്യേകമായ താല്പര്യം, ഇതൊക്കെ കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വചനമാണ് നമ്മൾ കേട്ടത്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. വല്ലദീന യഖൂലൂന, അള്ളാഹുവിൻ്റെ ആ റഹ്മാൻ്റെ ദാസന്മാരുടെ അഥവാ അടിമകളുടെ മറ്റൊരു ഗുണം എന്താണ്? വല്ലദീന യഖൂലൂന, അവർ പറയുന്നവരുമാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് അവരുടെ വാക്കുകൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ, നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ, നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ. അദാബ ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷയെ നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ. റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ, നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ, നീക്കിത്തരേണമേ, അല്ലെങ്കിൽ നീ ഞങ്ങളെ ഒഴിവാക്കിത്തരേണമേ. അദാബ ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്ന്. കാരണം എന്താ? ഇന്ന അദാബഹാ കാന ഗറാമാ, തീർച്ചയായും അതിൻ്റെ ശിക്ഷ, ആ നരകം, ജഹന്നം എന്ന് പറയുന്ന അതിഗൗരവമേറിയ അതിൻ്റെ ശിക്ഷ, കാന ഗറാമാ, കാന ഗറാമാ, അത് ഒഴിയാതെ പിടികൂടുന്നതാണ്, ഒഴിയാതെ നിൽക്കുന്ന ശിക്ഷയാണ്, വേറിട്ട് പോകാത്ത ശിക്ഷയാണ്, അതീവ ഭാരമേറിയതാണ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരും. ഗറാം, ഗറാമൻ എന്നുള്ളിടത്ത് മഹാനായ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാ വിശദീകരിച്ചു. ഇന്ന അദാബ ജഹന്നമ കാന ഗറാമൻ മുലിഹൻ ദായിമൻ ലാസിമൻ ഗൈറ മുഫാരിഖ്. അതായത് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതെന്നെന്നും നിലനിൽക്കുന്നതാണ്, പിടികൂടാതെ
പിടിപിടാതെ തന്നെ ഒഴിയാത്ത നിലക്ക്, വിട്ടുപോകാത്ത നിലക്ക്, വേറിട്ട് പോകാത്ത ശിക്ഷയാണത്. അത്ര ഗൗരവമാണ് ജഹന്നം. അതാണ് അവിടെ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ എടുത്തു പറയുന്നത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. നിശ്ചയമായും അത്, അതായത് ആ നരകം, ആ ജഹന്നം, സാഅത്ത് മുസ്തഖറ, ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ, അത് വളരെ ചീത്തയായ താവളമാണ്. മുസ്തഖർ താവളം, അത് വളരെ ചീത്തയായ താവളമാണ്. അതുപോലെ തന്നെ വമുഖാമ പാർപ്പിടവുമാണ്. നിശ്ചയമായും ആ നരകം, ആ ജഹന്നം വളരെ ചീത്തയായ താവളവും പാർപ്പിടവും തന്നെയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ച് പറയുന്നത്. ഇനി വരുന്ന വചനങ്ങളിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് നേരെ വിപരീതമാണ് പറയുന്നത്. ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ എന്നാണ് അവിടെ പറയുന്നത്. അത് എത്ര നല്ല താവളമാണ്, എത്ര നല്ല പാർപ്പിടമാണ് എന്നാണ് അവിടെ പറയുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട താവളം, ഏറ്റവും മെച്ചപ്പെട്ട പാർപ്പിടം എന്ന് വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന സ്വർഗീയ ആനന്ദം, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ഇതേ കാര്യങ്ങൾ വിവരിക്കുന്ന മധ്യേ തന്നെ തുടർന്നു കൊണ്ടുവരുന്ന വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബിൻ്റെ യഥാർത്ഥ ദാസന്മാരായ ആളുകൾ നിരന്തരമായ പ്രാർത്ഥന അവർക്കുണ്ട്. അവർ അവരുടെ ജീവിതത്തിൽ വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണെന്ന് പറഞ്ഞു. വളരെ വിനയത്തോടുകൂടി ജീവിക്കുന്നവരാണ്. നടത്തത്തിൽ പോലും അവർക്ക് ആ വിനയമുണ്ടെന്ന് വിശദീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവിവേകികളായ ആളുകൾ ഇങ്ങോട്ട് അവിവേകം കാണിച്ചാൽ പോലും അങ്ങോട്ട് വളരെ നല്ല നിലക്കുള്ള ഇടപെടലുകൾ കൃത്യമായി തന്നെ പാലിക്കുവാൻ തക്ക സൂക്ഷ്മത പുലർത്തുന്നവരാണെന്ന് പറഞ്ഞു. രാത്രികളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നൃത്തത്തിലും അതുപോലെ തന്നെ സുജൂദിലുമൊക്കെയായി ആരാധനയിലും ഭക്തിപൂർണമായ പ്രാർത്ഥനയിലുമൊക്കെ കഴിച്ചുകൂട്ടുന്നവരാണ് എന്നൊക്കെ ആണല്ലോ മുമ്പുള്ള ആയത്തുകളിൽ ഇബാദുർ റഹ്മാനിൻ്റെ ഗുണവിശേഷണങ്ങളായി എടുത്തു പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു തോന്നലുണ്ടാകും, അത്രത്തോളം അള്ളാഹുവിലേക്ക് സൽസ്വഭാവം കൊണ്ടും ആരാധനകൾ കൊണ്ടും സൽപെരുമാറ്റം കൊണ്ടും വിനയം കൊണ്ടുമൊക്കെ അടുത്ത ഈ ആളുകൾ, അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾക്കൊക്കെ സ്വർഗം എന്തായാലും ഉറപ്പാണ്, നരകത്തിയില്ലെന്ന് ഞങ്ങളൊക്കെ ഒഴിവാകും, ഞങ്ങളെയൊന്നും നരകാഗ്നി ഒരിക്കലും സ്പർശിക്കുകയില്ല എന്ന തോന്നലുണ്ടായിരുന്നുവോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. അതാണ് നമ്മൾ ഇവിടെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത്. ഈ രൂപത്തിലുള്ള ഉന്നത നിലവാരത്തിലേക്കൊക്കെ ഉയർന്നവരായിരുന്നിട്ട് പോലും റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ പ്രത്യേകത അവൻ പറയുന്നത് എന്താ? മുഫസ്സിരീങ്ങൾ പറയുന്നത് നോക്കൂ. അവർ മഅജ്തിഹാദിഹിം ഫിൽ ഇബാദ യഖാഫൂനല്ലാഹ്, ഇത്രയൊക്കെ ഇബാദത്തിൽ മുഴുകുന്നവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും ഒക്കെ ആയിട്ടും അവർ വീണ്ടും റബ്ബിനെ കുറിച്ച് അവർക്ക് പേടിയായിരുന്നു. അവർ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവരുടെ സുജൂദിലും അവരുടെ പ്രാർത്ഥനകളിലുമൊക്കെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണിത്. ജീവിതത്തിൻ്റെ മറ്റു ഘട്ടങ്ങളിലും അവർ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണിത്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷയെ നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിടേണമേ, നീ ഞങ്ങളെ ജഹന്നമിനെ തൊട്ട് നീ നീക്കേണമേ. അതവർ കൃത്യമായി തന്നെ അവരുടെ അമലുകളെ കുറിച്ച് അവർക്ക് വല്ലാത്തൊരു അതിരികവിഞ്ഞ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ നിലക്ക് റബ്ബിനോട് ഞങ്ങളൊക്കെ ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സ്വർഗം ഉറപ്പാണെന്ന ബോധം അവർക്കുണ്ടായിട്ടില്ല. ഇത്രയൊക്കെ വിനീതരായിട്ടും അവർ നരകത്തെക്കുറിച്ചുള്ള ഭയം അവർക്കുണ്ടായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇതാണ് ജഹന്നമിനെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിൽ എത്ര തന്നെ ഉന്നത നിലവാരത്തിൽ ഇബാദത്ത് ചെയ്താൽ പോലും മനസ്സിൽ ഭീതി വിട്ടൊഴിയാൻ പാടില്ല. നരകത്തി
അതിഗൗരവമാണ്, അതികഠിനമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാമല്ലോ, സൂറത്ത് ആലി ഇംറാനിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള 10-11 ആയത്തുകളില്ലേ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ 11 വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റാൽ അവിടുത്തെ കണ്ണുകൾ ഇങ്ങനെ ഉറക്കച്ചടവ് തടവി നീക്കിക്കൊണ്ട് അവിടുന്ന് പാരായണം ചെയ്യാറുണ്ടല്ലോ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഞാനിത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? റഹ്മാനായ റബ്ബിനോട് അടുപ്പം കിട്ടിയ മഹാന്മാരായിരുന്നിട്ട് പോലും അവർ നരകത്തെക്കുറിച്ച് ഭയപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പ്രാർത്ഥന. ആലി ഇംറാനിലെ ഈ വചനങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ രാപ്പകലുകളുടെ മാറ്റങ്ങൾ അതൊക്കെ ചിന്തിക്കുന്ന ചിന്തകന്മാരായ മുത്തഖീങ്ങളായ ഭക്തന്മാരായ ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നതെന്താ? നിന്നും ഇരുന്നും കിടന്നുമൊക്കെ സദാ റബ്ബിന് ഓർക്കുന്ന മുത്തഖീങ്ങളായ ആളുകളായിരുന്നിട്ട് പോലും അവരല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താ? സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, നീ മഹാപരിശുദ്ധൻ. ഫഖിനാ അദാബന്നാർ, ആകയാൽ നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണമേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിൻ നാറ, നീ ആരെങ്കിലും നരകാഗ്നിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഖ്സൈതഹു, നീ അവനെ നിന്ദിച്ചല്ലോ. ആ നിന്ദത ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അക്രമികളായ ആളുകൾക്കൊരു സഹായിയെയും കണ്ടെത്താൻ കഴിയൂലല്ലോ. അതുകൊണ്ട് നരകാഗ്നിയെ തൊട്ട് കാക്കണേ. അള്ളാനെ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും ഈ നരകത്തിയെക്കുറിച്ച് സദാ ഭയമുള്ളവരായിരുന്നു എന്നാണ് സൂറത്ത് ആലി ഇംറാനിൻ്റെ ആ സൂക്തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദാസന്മാരായ ആളുകൾ ഇബാദത്തുകളിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരായിരുന്നാലും നരകത്തെക്കുറിച്ചുള്ള ഭയം സദാ മനസ്സിലുണ്ടായിരിക്കണം എന്നർത്ഥം. കാരണം അത്രത്തോളം പരലോക വിശ്വാസം ദൃഢമായവർക്കേ നരകാഗ്നിയെക്കുറിച്ചുള്ള പേടിയുണ്ടാവുകയുള്ളൂ. നരകത്തെക്കുറിച്ച് അത് ദൃഢമായി വിശ്വസിച്ചവർക്കേ അതിനെക്കുറിച്ചുള്ള ഭീതി ഉണ്ടാകൂ. അത് കേവലം ഒരു പ്രാർത്ഥനയല്ല ഇബാദുർ റഹ്മാൻ നിർവഹിക്കുന്നത്. നരകത്തിൽ നിന്ന് കാക്കണേന്ന് മാത്രമല്ല, നരകത്തിൻ്റെ ഗൗരവം വളരെ ബോധ്യമായിട്ടുണ്ടവർക്ക്, അഥവാ അവരതിൽ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. അതാണ് തുടർന്നുകൊണ്ടുള്ള വാക്ക്, ഇന്ന അദാബഹ കാന ഗറാമ, തീർച്ചയായും അതിൻ്റെ ശിക്ഷ വിടാതെ പിടികൂടുന്ന നിലനിൽക്കുന്ന ശിക്ഷയാണ് റബ്ബേ, സഹിക്കാനാവില്ല. ഇന്നഹാ സാഅത്ത് മുസ്തഖറ, അത് തീർച്ചയായും ആ നരകം അത് ചീത്തയായ താവളമാണ്. മുഖാമ, ചീത്തയായ പാർപ്പിടമാണ്. റബ്ബേ, ഞങ്ങൾക്ക് സഹിക്കാനാവാത്തതാണത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് വളരെയേറെ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവരാണവർ. നരകം അങ്ങനെയാണ്, അത് വിടാതെ പിടികൂടും. കാഫിറുകൾക്കും മുശ്രിക്കുകളെയും സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ആ നരകത്തിയിൽ നിന്നവർക്ക് മോചനമില്ല. വിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞതാണ് അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നത്. എന്നാൽ വിശ്വാസികൾക്കും നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന അവൻ തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മുഅ്മിനീങ്ങളായ ആളുകളും അവർ ചെയ്ത പാപങ്ങളുടെ തോതനുസരിച്ച് നരകത്തിയിൽ കഴിയേണ്ടി വരും. അതാണല്ലോ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. സത്യവിശ്വാസികളിൽ നിന്ന് പാപം ചെയ്തവരായ ആളുകൾ നരകത്തിയിൽ അവരും കിടക്കും. അവരുടേതായ പാപങ്ങളുടെ തോതനുസരിച്ച് പിന്നീട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിയിൽ നിന്ന് രക്ഷ നൽകും. പക്ഷേ അവരും നരകാഗ്നിയിൽ വരും. പാപികൾ ആ പാപികളുടെ പാപങ്ങൾ പൊറുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, മറിച്ച് അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ച് അതല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്ത് രക്ഷപ്പെടുത്തിയാലല്ലാതെ നരകത്തിയിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. അപ്പം സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മോട് പറയുന്നത് അതികഠിനമാണ്.
അസഹനീയമാണ് ജഹന്നം എന്നാണ്. ഈ ബോധം നമ്മുടെ മനസ്സിൽ സദാ നിലനിൽക്കണം. അവിടുത്തെ ഗൗരവത്തെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറാ, ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസൂ യുഗാസൂ ബിമാഇൻ കൽമുഹൽ യശ്വിൽ വുജൂഹ് ബിഅ്സശ്ശറാബു വസാഅത് മുർതഫഖാ. സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, അക്രമികൾക്ക് നാം നരകം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ പുറമൂടി അവരെ ഇങ്ങോട്ട് പൊതിയും, അവരതിൻ്റെ ഉള്ളിലിട്ട് അടക്കപ്പെടുകയാണ്. ഒരിറ്റു വെള്ളത്തിന്, ദാഹജലത്തിന് വേണ്ടി അവർ കെഞ്ചുമ്പോൾ ലോഹദ്രാവകം പോലുള്ള ഉരുകിയ ഒരു വസ്തുവാണ് അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നത്. അത് മുഖത്തോടടുപ്പിക്കുമ്പോഴേക്ക് മുഖത്തെ തന്നെ ചുട്ടുകളയുന്ന നിലക്ക്, ആ നിലക്ക് കരിച്ചു കളയുന്ന നിലക്കുള്ള ചൂടുള്ള വെള്ളമാണത്. എത്ര ചീത്തയായ പാനീയമാണത്, എത്ര ചീത്തയായ വിശ്രമസ്ഥലമാണ് നരകം എന്നൊക്കെ അല്ലാഹു പറയുന്നില്ലേ? തീർന്നോ? ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുനൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ് കുല്ലമാ അറാദൂ അൻ യഖ്റുജൂ മിൻഹാ كلما أرادوا أن يخرجوا منها من غم نعيدوا فيها وذوقوا عذاب الحريق. സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അവിടെ അവിശ്വാസികളായ ആളുകൾക്ക് മുറിച്ചു നൽകപ്പെടുന്നത് തീ കൊണ്ടുള്ള വസ്ത്രമാണ് നരകത്തിൽ. തീർന്നില്ല, തീ കൊണ്ടുള്ള വസ്ത്രമാണ് ഉടുപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ പുറമെ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ ചുട്ടു തിളക്കുന്ന വെള്ളം ഒഴിക്കപ്പെടും, കോരിച്ചൊരിയപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ വെള്ളം അങ്ങ് ഒഴിക്കപ്പെടുമ്പോഴേക്ക് അവരുടെ ഉള്ളിലുള്ളതെല്ലാം ഉരുക്കപ്പെടും, അവരുടെ തൊലികളും ഉരുക്കപ്പെടും. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ഹാമറുകളുമുണ്ടവർക്ക്. നരകത്തിയിൽ നിന്ന് പുറത്തു പോകാൻ, കഷ്ടത സഹിക്കവയ്യാതെ നരകത്തിയിൽ നിന്ന് പുറത്തു പോകാൻ അവരുദ്ദേശിക്കുമ്പോഴൊക്കെയും അവരതിലേക്ക് തന്നെ അടിക്കപ്പെട്ടുകൊണ്ട് മടക്കപ്പെടുകയാണ്. കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചോളോ എന്നവരോട് പറയപ്പെടുകയും ചെയ്യും. ഖുർആൻ പറഞ്ഞതുപോലെ കാലാകാലമാണ്. ثم لا يموت فيها ولا يحيا, പിന്നെ അതിൽ അവന് മരണമുണ്ടോ ഇല്ല, എന്ന ജീവിതമുണ്ടോ അതുമില്ല. സൂറത്തുൽ അലയിൽ അല്ലാഹു അങ്ങനെയല്ലേ പരിചയപ്പെടുത്തിയത്. അപ്പൊ സഹോദരങ്ങളെ, നരകം അതികഠിനമാണ്. ഈ ബോധം ഇബാദുർ റഹ്മാന്റെ മനസ്സിൽ സദാ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടവർ റബ്ബിനോട് എപ്പോഴും നരകത്തിയിൽ നിന്ന് മോചനത്തിന് വേണ്ടി തേടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ ഈ നരകാഗ്നിയെ കാത്തു സൂക്ഷിക്കണം. വിശ്വാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഓ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കാത്തുകൊള്ളണം. നമ്മോട് പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണം. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, വാഹിലീക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ശരീരങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണം. നാറ, നരകാഗ്നിയെ തൊട്ട് സൂക്ഷിക്കണം. കേട്ടോ, അത് എവിടുന്ന് ചെയ്യാനുള്ളതാ? പരലോകത്ത് വെച്ച് നരകം കൺമുമ്പിൽ കാണുമ്പോഴാണോ നമ്മുടെ ശരീരത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും നരകത്തിയിൽ നിന്ന് നമ്മൾ കാക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്? ഒരിക്കലുമല്ല. അവിടെ അത് നടക്കൂല. മരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് ദുന്യാവിൽ വെച്ച് അതിനുള്ള വഴികൾ തേടണം. ആ നരകത്തിയിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അതിൻ്റെ പാറാവുകാരാവട്ടെ പരുഷ സ്വഭാവികളും കഠിനരുമായ
ഒരുതരം മലക്കുകളാണ്. റബ്ബെന്ത് കൽപ്പിച്ചുവോ അതിലപ്പുറം ഒന്നും ചെയ്യാനാവാത്തവരാണ്. കൽപ്പിക്കപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ദയയില്ലാത്തവരാണ്. അവരാ അതിൻ്റെ പാറാവുകാർ. അത്ര കഠിനകഠോരമാണ് നരകം. ആകയാൽ ദുന്യാവിൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയിട്ട് രക്ഷപ്പെടാൻ നോക്കണം. പക്ഷേ സഹോദരങ്ങളെ, നമ്മളിതൊക്കെ എത്ര കേൾക്കുന്നവരാണ്, പറയുന്നവരാണ്. നമുക്കങ്ങനെ ഒരു നരകത്തിൻ്റെ ശിക്ഷ ഓർമ്മ വരുന്നുണ്ടോ? നരകത്തിൻ്റെ കാഠിന്യം നമ്മെ അലോസരപ്പെടുത്താറുണ്ടോ? അതിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ കണ്ണുകളെ ഇറനണിയിക്കാറുണ്ടോ? നമ്മുടെ കൽബുകളിൽ ഞെട്ടലുണ്ടാക്കാറുണ്ടോ? നമ്മൾ അടുത്തുള്ള ദുന്യാവിനെക്കുറിച്ച് മാത്രമാണ് സഹോദരങ്ങളെ ചിന്തിക്കുന്നത്. മരണം എത്ര അടുത്താണ് നമ്മുടെയൊക്കെ. എന്നിട്ടും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രഭാതങ്ങളിലും നമ്മൾ ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുല്ലും റിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകീന അലിഹി. സഹാബി പറഞ്ഞതാ, ഓരോ മനുഷ്യരും അവൻ്റെ പ്രഭാതത്തിൽ അവൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സുഖമായി കഴിയാണ്. ഏത് സ്ഥിതിയിൽ? മരണം അവൻ ധരിച്ചിട്ടുള്ള ചെരുപ്പിൻ്റെ പട്ടയേക്കാൾ, ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അവനോടടുത്തെത്തിയിട്ടുണ്ട്. അതാണ് സ്ഥിതിയെങ്കിലും മനുഷ്യരുടെ ചിന്ത മുഴുവനും ഈ ലോകത്തെക്കുറിച്ചാണ്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം സഹോദരങ്ങളെ. ഈ ലോകത്തെക്കുറിച്ചും ഭൗതികമായ സുഖസൗകര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിച്ച് ആഖിറം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ദീനിനാണ് മുസീബത്ത് ബാധിക്കുന്നത്. നമ്മുടെ ദീനാണ് അപകടത്തിലാകുന്നത്. നമ്മുടെ പരലോകമാണ് അപകടത്തിലാകുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്, വലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജഅലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. എന്താണ് ആ പ്രാർത്ഥനയുടെ പൊരുള്? അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിൽ മുസീബത്ത് ഉണ്ടാക്കരുതേ. ദീനിൽ മുസീബത്ത് സംഭവിച്ചാൽ പോയി. ദീനിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ, മുസീബത്ത് പറ്റിക്കഴിഞ്ഞാൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. മാത്രമല്ല, അത് പറഞ്ഞ ഉടനെ നബിതങ്ങൾ നമ്മെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് എന്താ? ഞങ്ങളുടെ ചിന്തയുടെ മുഖ്യഭാഗം അഥവാ അധിക ചിന്തയും ദുന്യാവാക്കരുതേ. ഏതു നേരം ദുന്യാവിനെക്കുറിച്ചുള്ള ചിന്ത, ദുന്യാവിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ദുന്യവിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, ഇതിലൊക്കെ മാത്രം ശ്രദ്ധിച്ച് ആഖിറം മറന്നുപോകുക. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായിത്തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അക്സറു ദുആഇ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥനകളിൽ അധിക പ്രാർത്ഥനയും ഏതായിരുന്നു? സഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തത്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാം പൊറുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അധിക സമയവും ഇത് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ലേ? നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പ് ഖൂലൂ, നിങ്ങൾ പറയണേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ. ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, ഖബർ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. കാരണം നരകാഗ്നി അത്രയും ഗൗരവമാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? നിങ്ങൾ കത്തിക്കുന്ന ഈ ഭൂമിയിലെ തീ ഉണ്ടല്ലോ, ദുന്യാവിലെ തീ, മനുഷ്യരെ, അത് നരകത്തീയുടെ 70% മാത്രമാണ്. നരകാഗ്നിയുടെ 70% മാത്രമേ ഈ ഭൂമിയിലെ തീ ഉള്ളൂ. അതിൻ്റെ തന്നെ അവസ്ഥ എന്താ? സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അത് തന്നെ പോരെ? അത് തന്നെ ആർക്കാണ് സഹിക്കാൻ കഴിയുക? അള്ളാഹുവിൻ്റെ റസൂല് ഉടനെ പറഞ്ഞു കൊടുത്തു, ഫഇന്നഹാ ഫുദ്ദിലത് അലൈഹാ ബിതിസ്അത്തിൻ വസിത്തീന ജുസ്ആ. സഹാബിമാരെ, അത് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അതിനേക്കാളും 69 ഇരട്ടി കൂടി ഗൗരവമുള്ള തീയായിരിക്കും നരകത്തിൻ്റെ തീ എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, അത് നമുക്ക് സഹിക്കാനാകുമോ? അതിൽ കടന്ന് കരിയുന്ന മനുഷ്യന്മാർ കത്തിക്കരിഞ്ഞ് വെണ്ണീറായി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാമായിരുന്നു, ആ നശിച്ചു പോകുന്നത് വരെ, കരിഞ്ഞു പോകുന്നത് വരെ അനുഭവിച്ചാൽ മതിയല്ലോ എന്ന്. പക്ഷേ അവിടെ അതല്ലല്ലോ. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ
ലിയദൂഖുൽ അദാബ്. സൂറത്തുൻ നിസായിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു എന്ത്? നരകവാസികളുടെ തൊലികൾ കരിഞ്ഞിങ്ങനെ പഴുത്ത് പാകമാകുമ്പോഴെല്ലാം അതിങ്ങനെ കത്തിക്കരിഞ്ഞു പോകുമ്പോഴേക്ക് ഫ്രഷ് തൊലികൾ അവർക്ക് ഇങ്ങനെ നൽകും. കാരണം സ്കിന്നിലാണ് മനുഷ്യന്റെ വേദന കിടക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് സ്കിന്ന് പോയാൽ അവിടെ തൊട്ടാ വേദന ഉണ്ടാവില്ല. അപ്പൊ ശരീരത്തിന് വേദന അനുഭവപ്പെടാൻ കാരണം മനുഷ്യന്റെ സ്കിന്നാണ്, തൊലിയാണ്. ആ തൊലി വെന്തുരുകുമ്പോഴേക്ക് ഫ്രഷ് തൊലി വേറെ നൽകുകയാണ്. എന്തിന്? കൂടുതൽ വേദനയും നീറ്റലും പൊള്ളലും അനുഭവിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കണ്ടോ, ശിക്ഷയുടെ ഗൗരവമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നരകാഗ്നി ഒരിക്കലും അണഞ്ഞു പോകുന്നില്ല, അത് ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കുല്ലമാ ഖബത്ത് സിദ്നാഹും സഈറാ എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൻ്റെ ആളിക്കത്തിക്കൽ നാം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, അത് അണഞ്ഞു പോകുന്നൊരു പ്രശ്നമേ ഇല്ല. കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഉള്ളിലെ കൊടൽമാലകളൊക്കെ ആമാശയത്തെ മുഴുവനും കൊത്തി നുറുക്കുന്ന നിലക്ക്, ഉരുക്കിക്കളയുന്ന നിലക്കുള്ള ചൂടുവെള്ളമാണ് കുടിപ്പിക്കാൻ കൊടുക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തക്ക് വിഷയീഭവിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ വിശ്വാസികളുടെ പ്രാർത്ഥന. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ചില ചിന്തകളുണ്ട്. ഇങ്ങനെ കേവലം പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമായോ? നമ്മൾ റബ്ബേ നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ തിരിച്ചു വിടേണമേ. വിശ്വാസികൾ കൺമുമ്പിൽ നരകം കാണും പോലെയാണിതിലെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ. നിങ്ങൾ നോക്കൂ, നരകമിങ്ങനെ അവരെ അങ്ങ് വിഴുങ്ങാൻ, അവരെ കയറിപ്പിടിക്കാൻ ഇങ്ങനെ വരുന്നത് കാണുന്നത് പോലെയാണ് ആ പ്രാർത്ഥന. കാരണം ഇതാ വരുന്നു, യസ്രിഫ് അന്നാ, നീ ഞങ്ങളെ തൊട്ട് തിരിച്ചുവിട് അല്ലാ എന്നാണ് പറയുന്നത്. കണ്ടോ, ആ പ്രയോഗം പോലും നോക്കൂ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ, ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ, നീക്കിത്തരേണമേ അദാബ ജഹന്നം, ജഹന്നമിൻ്റെ ശിക്ഷ. അപ്പം എപ്പോഴും വിശ്വാസി അവൻ്റെ കൺമുമ്പിൽ കത്തിയാളുന്ന നരകത്തീയെ കാണുന്നത് പോലെയാണ്. അവൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഭീതിയുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ടാണ് റബ്ബിനോട് അങ്ങനെ അപ്രകാരം അവൻ പ്രാർത്ഥിക്കുന്നത്. എന്താ ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷാമാർഗം? പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ നരകാഗ്നിയിൽ നമ്മൾ ചെന്ന് വീഴാതിരിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അള്ളാഹു നമ്മെ അറിയിച്ചിട്ടില്ലേ? അതിൽ മുഖ്യമായ കാര്യം എന്ത് തന്നെയാണ്? അൽ ഈമാൻ, വിശ്വാസം നന്നാക്കണം. വിശ്വാസത്തിൽ ഒരു പോറലും ഏൽക്കരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ചുരുക്കി പറയാണ് സഹോദരങ്ങളെ, ഏതൊരു വ്യക്തിയാവട്ടെ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സിദ്ഖൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ തട്ടിയിട്ട് സത്യസന്ധമായി ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ അള്ളാഹു അവൻ്റെ മേൽ നരകത്തിയെ നിഷിദ്ധമാക്കും എന്നാണ്. നരകത്തി നമ്മളെ സ്പർശിക്കാതിരിക്കാനുള്ള വഴിയാണ് ആ പറയുന്നത്. നമ്മുടെ വിശ്വാസം ശരിയാവണം, തൗഹീദ് ശരിയാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേവലം നാവുകൊണ്ട് ഉരുവിട്ടാൽ പോരാ, അത് മനസ്സിൽ തട്ടണം. അതിന് വിരുദ്ധമായത് ജീവിതത്തിൽ വരാതെ നോക്കണം. ശിർക്ക് കലരരുത്. കൃത്യമായ നിലക്കുള്ള ഷഹാദത്തിൻ്റെ അഥവാ സത്യസാക്ഷ്യ വചനങ്ങളുടെ പൊരുൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കണം. നരകാഗ്നിയെ തൊട്ട് നമ്മെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങളിൽ മുഖ്യമായത് അത് തന്നെയാണ്. അതുപോലെ തന്നെ 5 നേരത്തെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള കണിശത, സുജൂദുകൾ അധികരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അസറ സുജൂദ്. സുജൂദ് ചെയ്ത അവയവങ്ങളെ അല്ലെങ്കിൽ സുജൂദിൻ്റെ അടയാളങ്ങളെ നരകത്തീക്ക് അള്ളാഹ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്, തിന്നരുതെന്ന്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശത ജീവിതത്തിൽ പുലർത്തിയാൽ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാനാകും. നരകാഗ്നിയെ തൊട്ട് നമ്മുടെ ശരീരത്തെ കാത്ത് രക്ഷിക്കുവാനുള്ള വിവിധ മാർഗങ്ങളാണ് ഈ സൂചിപ്പിക്കുന്നത്. അതുപോലെ
മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ. ബുഖാരി മുസ്ലിം ഒക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു ദിനം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം അവൻ്റെ മുഖത്തെ അള്ളാഹു നരകത്തീയെ തൊട്ട് അകറ്റിക്കളയുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗം സഹിക്കലും, ദീനിൻ്റെ മാർഗത്തിൽ അല്പം പ്രയാസം സഹിക്കലും, ആ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളുമൊക്കെ നരകത്തീയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന സൽക്കർമ്മങ്ങളാണ്. മനിഗ്ബറത്ത് ഖദമാഹു ഫീ സബീലില്ലാഹി ഹറമഹുല്ലാഹു അലന്നാർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരുടെ ഇരു കാലുകളും പൊടി പുരണ്ടുവോ, ഇരു കാലുകളിലും പൊടി പുരണ്ടു, അള്ളാന്റെ മാർഗത്തിൽ സഞ്ചരിച്ചതുകൊണ്ട്, റബ്ബിന്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ചതുകൊണ്ട് പൊടി പുരണ്ടവർ, നരകത്തിയെ അള്ളാഹു അവരുടെ മേൽ നിഷിദ്ധമാക്കുന്നതാണ്. തീർന്നില്ല, എത്ര ഹദീസുകൾ. ഐനാനി ലാ തമസ്സുഹുമന്നാർ, 2 തരം കണ്ണുകളെ നരകത്തി സ്പർശിക്കുന്നതല്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ, അള്ളാഹനെ പേടിച്ച് കരഞ്ഞ കണ്ണ്. വഐനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമിളച്ചുകൊണ്ട് പാറാവ് നിന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് റബ്ബിൻ്റെ മാർഗത്തിൽ അങ്ങനെ ഉറക്കമിളച്ച ആ കണ്ണുണ്ടല്ലോ, ആ കണ്ണിനെയും നരകത്തി സ്പർശിക്കുന്നതല്ല. അപ്പം നരകാഗ്നിയെ തൊട്ട് നമ്മെ രക്ഷിക്കാൻ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രല്ല, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒന്നിനോടും നമ്മൾ എതിര് നിൽക്കരുത്. അതെനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറയരുത്. ലോകത്ത്, മുസ്ലിം ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ആശയത്തിൽ നിലനിന്നു പോന്ന ലോക മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു പോകരുത്. അങ്ങനെ പോയാലോ നരകമായിരിക്കും. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായിട്ട് സന്മാർഗം പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അതിനോട് മത്സരം കാണിച്ച റസൂലുള്ളാഹിക്ക് എതിര് ചെയ്യുക, ലോകത്തെ സത്യവിശ്വാസികൾ ഒന്നടങ്കം നിലനിന്നു പോകുന്ന വിശ്വാസ ആചാര കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക, അതൊക്കെ ചെയ്താൽ നരകമാണ് അവന് കിട്ടാനുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് എപ്പോഴും കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം സഹോദരങ്ങളെ. നരകാഗ്നിയെ തൊട്ട് കാവൽ തേടിക്കൊണ്ടിരിക്കണം. അവിടുന്ന് പറഞ്ഞില്ലേ, മൻ സഅലല്ലാഹൽ ജന്ന സലാസ മർറാത്തിൻ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മർറാത്തിൻ ഖാലത്തിൻ നാറു അല്ലാഹുമ്മ അജ്ർഹു മിനൻ നാർ. ആരെങ്കിലും അല്ലാഹുവിനോട് 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നീ എന്നോട് ഞാൻ സ്വർഗത്തെ യാചിക്കുന്നു. സ്വർഗത്തെ ഒരാൾ 3 തവണ ചോദിച്ചാൽ സ്വർഗം പറയും, അല്ലാഹുവേ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശനം നൽകണേ എന്ന് സ്വർഗം പറയും. സ്വർഗം സംസാരിക്കുന്ന പറയുന്നത്. മാത്രമല്ല, ആരെങ്കിലും നരകാഗ്നിയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ 3 തവണ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിന്നാർ, ഇതിങ്ങനെ നരകാഗ്നിയിൽ നിന്ന് ആരെങ്കിലും കാവൽ ചോദിച്ചാൽ നരകത്തി അള്ളാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജ്ർഹു മിനന്നാർ, അല്ലാഹുവേ അദ്ദേഹത്തെ നരകത്തിയിൽ നിന്ന് എന്നിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. അപ്പോൾ പ്രാർത്ഥന നിരന്തരം നമ്മൾ നടത്തേണ്ടുന്നൊരു വിഷയമാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകാഗ്നിയെ തൊട്ട് കാത്തുരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന പല ഘട്ടങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുകയുണ്ടായി, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ കുന്നാ ഇദാ സ്വല്ലൈനാ ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ബബ്നാ അൻ നകൂന അൻ യമീനിഹി യുഖ്ബിലു അലൈനാ ബിവജ്ഹിഹി ഖാല ഫസമിഅ്തുഹു യഖൂലു റബ്ബി ഖിനി അദാബക യൗമ തബ്അസു ഔ തജ്മഉ ഇബാദക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ ബറാഅ് റളിയല്ലാഹു അൻഹു പറയുന്നത്? ഞങ്ങൾ സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ പിന്നിൽ നമസ്കരിക്കുമ്പോൾ സഫിന്റെ വലതുഭാഗത്താവാനാ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഞങ്ങളിലേക്ക് അവിടുത്തെ മുഖം തിരിഞ്ഞിരിക്കും. അങ്ങനെ ഞങ്ങൾ വലതുവശത്തിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നബി ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എന്ന് സഹാബിയായ ബറാഅ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ നബി പറയുന്നത്? റബ്ബി ഖിനി അദാബക്, റബ്ബേ എന്നെ നിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളണേ. യൗമ തബ്അസു ഇബാദക, നിന്റെ അടിമകളെ, ഔ തജ്മഉ ഇബാദക, നിന്റെ അടിമകളെ നീ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ നിന്റെ ശിക്ഷയെ തൊട്ട് നീ എന്നെ കാത്തുകൊള്ളണേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി ഞാൻ കേട്ടു എന്ന് ബറാഅ റളിയല്ലാഹു തആല അൻഹു പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞിരുന്ന് മഅ്മൂമീങ്ങളിലേക്ക് തിരിഞ്ഞ് റബ്ബേ നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് കൂട്ടമായി പ്രാർത്ഥിച്ച് മഅ്മൂമീങ്ങൾ ആമീൻ പറഞ്ഞു എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ബറാഅ റളിയല്ലാഹു തആല അൻഹു നിസ്കാരശേഷം, ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തിരിഞ്ഞിരുന്ന് ഉറക്കെ ഇങ്ങനെ കൂട്ടമായി പ്രാർത്ഥിച്ച് സഹാബിമാരൊക്കെ ആമീൻ പറയുന്ന ഒരു രീതി അവിടുത്തെ പതിവായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഇമാമ് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് ദിക്റുകളും ദുആയിലുമായി മുഴുകുകയാണ് പ്രവാചകചര്യ. മറിച്ച് ചിലയിടങ്ങളിൽ ഉറക്കെ ഇമാമ് പ്രാർത്ഥിക്കുകയും കേൾവിക്കാർ ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതല്ല നബിചര്യയോട് യോജിച്ചത് എന്ന് നമ്മൾ സാന്ദർഭികമായി ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഏതോ ആകട്ടെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും നരകശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന വേളയിൽ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അറാദ അൻ യർഖുദ, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ വദഅ യദഹുൽ യുംനാ തഹ്ത ഖദ്ദിഹി, അവിടുത്തെ കവിളിലേക്ക്, വലത്തെ കവിളിലേക്ക് വലത് കൈ ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കും. സുമ്മ യഖൂലു, എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇപ്രകാരം: അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. കണ്ടോ, സലാസ മിറാർ, 3 തവണ പ്രാർത്ഥിച്ചിരുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ, നിന്റെ അടിമകളെ നീ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവിടെ വിചാരണക്കൊക്കെ വേണ്ടി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, ആ നാളിൽ റബ്ബേ അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ, കാത്തുകൊള്ളണേ എന്ന് അള്ളാഹിൻ്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്നു. സഹോദരങ്ങളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളും ഇതൊക്കെ പതിവാക്കണം. എല്ലാ ഘട്ടത്തിലും നരകത്തിയെക്കുറിച്ചുള്ള ഓർമ്മയും ഭീതിയും അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള തേട്ടവും. കുറഞ്ഞ തോതിൽ ധർമ്മം കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിയെ കാക്കണമെന്ന് അവിടുന്ന് പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വത്തഖുന്നാർ, നരകാഗ്നിയെ തൊട്ട് നരകത്തിയെ നിങ്ങൾ സൂക്ഷിക്കണേ. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും, ഒരു കാരക്കച്ചുളയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിയെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ? ഒന്നും കിട്ടാനില്ലെങ്കിൽ ഫൈലം തജിദ് ഫബികലിമത്തിൻ തയ്യിബ, ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും നരകത്തിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, കാത്തു രക്ഷിക്കണം, സൂക്ഷിക്കണം. അത്ര കഠിനമാണ് നരകം. ബഹുഭൂരിപക്ഷം ആളുകളും നരകത്തില. ശുദ്ധ ഖുർആൻ നബിതങ്ങളോട് വരെ പറഞ്ഞതാണത്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അധിക ജനങ്ങളും നീ എത്ര വ്യാമോഹിച്ചിട്ടും കാര്യമില്ല, എത്ര ആഗ്രഹം കാണിച്ചാലും മുഹമ്മദ് നബിയെ അവർ വിശ്വാസികളാകുന്നില്ല, വിശ്വാസികളല്ല. ഭൂരിപക്ഷ ജനങ്ങളും അങ്ങനെയാണ്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും നരകത്തിലാണ്. നരകത്തിയിലുള്ള ആളുകളുടെ എണ്ണം ചില റിപ്പോർട്ടുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്താ? ലോകാടിസ്ഥാനത്തിൽ മനുഷ്യരിൽ 1000 ഉണ്ടെങ്കിൽ 1000-ൽ 1 മാത്രം സ്വർഗത്തിൽ, ബാക്കി 999 നരകത്തിൽ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നരകത്തിയിലെ ആളുകളുടെ എണ്ണം, നരകം നിറക്കപ്പെടുമെന്നാണല്ലോ, നിറഞ്ഞു കവിയുമെന്നാണല്ലോ നരകം. അത്രയും ജനക്കോടികളാണ് നരകത്തിയിൽ വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് നിരന്തരം ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വേണമെന്ന് ആവർത്തിച്ച് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു, നരകം ഞാൻ കണ്ടു. വറഅയ്തു അക്സറ അഹ്ലിഹ നിസാ, അതിലെ അധിക ജനങ്ങളെയും അധിക ആളുകളെയും സ്ത്രീകളെയായിട്ടാണ് ഞാൻ കണ്ടത്. എത്ര ഗൗരവമാണ് സഹോദരിമാരെ!
സ്ത്രീവർഗത്തോടെന്തെങ്കിലും പ്രത്യേക ദേഷ്യമുണ്ടായിട്ടാണോ, കോപമുണ്ടായിട്ടാണോ, അവർ ആ പ്രത്യേകമായ നിലക്ക് ഏതെങ്കിലും അന്യായമായിട്ടുള്ള പ്രവേശിപ്പിക്കലാണോ അത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ സമൂഹത്തോട് പറഞ്ഞു ഒരിക്കൽ, യാ മഅ്ശറൻ നിസാ, സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ വല്ലതും ധർമ്മം ചെയ്യുവീൻ, നരകാഗ്നിയിൽ അധികവും നിങ്ങളെയാണ് ഞാൻ കണ്ടത്. സഹാബാ വനിതകൾ ചോദിച്ചു, ലിമ ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിഞ്ഞു, തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ, ശാപവാക്കുകൾ പറയൽ അവർക്ക് കുറച്ച് കൂടുതലാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പല രൂപത്തിലുള്ള നല്ല ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നതിന് പകരം ആ ബന്ധങ്ങളെ നിഷേധിക്കലും, അതുപോലെ തന്നെ തനിക്ക് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് സംസാരിക്കലും, നിഷേധ രൂപത്തിലുള്ള സംസാരങ്ങളും നന്ദികേടിൻ്റെ വാക്കുകളുമൊക്കെ അവരിൽ കൂടുതലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ നരകം അതിഗൗരവമാണ്, ഭീകരമാണ്, അസഹനീയമാണ്, വിട്ടുമാറാത്ത ശിക്ഷയാണിതിൽ കിടക്കുന്നവർക്ക്, അസഹനീയമാണത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരണം. ഈ പ്രാർത്ഥന റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ അത് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വല്ലദീന യഖൂലൂന എന്നുള്ളത് നമ്മൾ പ്രാർത്ഥനാ വാചകത്തിൽ പെട്ടതല്ല. അങ്ങനെ ആരും മനസ്സിലാക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ എന്നല്ല. പ്രാർത്ഥനാ വാചകം എവിടെ മുതൽക്കാണ്? ആദ്യ ഭാഗത്ത് പറയുന്നത് ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങളാണല്ലോ. വല്ലദീന, അവർ എങ്ങനെയുള്ളവരുമാണ്? യഖൂലൂന, ഇങ്ങനെ പറയുന്നവരുമാണ്. എങ്ങനെ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവിനോട് നിരന്തരമായി നമ്മൾ നരകാഗ്നിയിൽ നിന്ന് കാത്ത് രക്ഷ കിട്ടുവാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. നരകത്തിയിൽ ചെന്ന് ചാടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. സൽക്കർമ്മങ്ങൾ കൊണ്ട് സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൃത്യമായ ഗുണവിശേഷണങ്ങളുള്ള ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും ജന്നത്തും നൽകിക്കൊണ്ട് ആദരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.